Hi all, today we will discuss about different process of BPR. Business process engineering എന്തൊക്കെ steps ഉണ്ട് while implementing. That is known as the process of BPR, business process re-engineering. Different steps or different functions that we have to correlate while implementing business process re-engineering. Okay. First of all, വേണ്ടത് ഒരു BPR business process re-engineering നമ്മൾ enable ചെയ്യുമ്പോൾ first of all we have to make a team. First of all, a team has to be constituted from all the departments. From ഓരോ departments in the minimum one member എങ്കിലും വേണം, one individual from each and all departments in the leadership position. അങ്ങനെ ഒരു ടീം, ഒരു കമ്പനിയുടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ ആൾ വേണം. എന്തിന്? ടീം ഫോം ചെയ്യുമ്പോൾ അവരായിരിക്കണം ഈ BPR ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട് നോക്കാം നമുക്ക് BPR എനേബിൾ ചെയ്യുമ്പോൾ. ഓക്കെ, ഫസ്റ്റ് വൺ, സ്റ്റെപ്പ് 1, ക്രിയേറ്റ് എ ബിസിനസ് വിഷൻ ആൻഡ് ഡിഫൈൻ ഗോൾസ്. ക്രിയേറ്റ് എ ബിസിനസ് vision statement and define goals. First, right, നമുക്ക് ഒരു വിഷൻ വേണം, ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് വേണം, ഗോൾസ് വേണം. ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് കോറിലേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് വേണം, കൃത്യമായിട്ടുള്ളൊരു ഗോൾ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു BPR എനേബിൾ ചെയ്യണേക്ക് മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പ്, കൃത്യമായിട്ടുള്ള ഒരു ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും there must be a clear cut business vision and defined goals. Surely must be there. Okay, the vision statement describes how the organization is going to operate and outlines the kind of results it must achieve. Okay, vision statement നമുക്ക് എന്താ പറയാം, വിഷൻ എന്ന് പറഞ്ഞാൽ the vision statement describes how the organization is going to operate and outlines the kind of results it must achieve. എങ്ങനെയാണ് ആ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ റിസൾട്ട്സ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഇതൊക്കെ ആ വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വരണം. ഓക്കെ, the quantitative and qualitative statement can be used during the BPR effect as a reminder of re-engineering objectives, as a metric for measuring the progress of project എന്ന് പറയും. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റും വേണം, ഗോൾസും വേണം. എന്താണ് ഗോൾസ്? The combination of vision statement offers an opportunity to define high-level business goals that match both business and customer needs. ബിസിനസിന്റെയും കസ്റ്റമർ നീഡ്സും എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന വളരെ കൃത്യമായിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഗോൾസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ, ടൈം ടു മാർക്കറ്റ്, ക്വാളിറ്റി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽസ്, ഫൈനാൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെ അടങ്ങിയതായിരിക്കണം ഗോൾസ്. റൈറ്റ്? ഓക്കെ, so that's all about the step 1, create a business vision, your vision statement and define goals. Okay, step 2, develop the process team. Okay, ഡെവലപ്പ് ദ പ്രോസസ് ടീം. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എന്തിന്? ഫോർ ദ പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ ഓഫ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഓർ ടു എനേബിൾ BPR എഫിഷ്യൻ്റ്ലി. ഓക്കെ, അത് ടീം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ദേ ഹാവ് ദ എൻഡ് ടു എൻഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, എന്തിന്? ഫോർ ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റി. എന്തായിരിക്കണം മോട്ടോ? ഇത് ബിസിനസ് ഒരു ഓർഗനൈസേഷൻ BPR ഒക്കെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഓവറോൾ പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. എല്ലാ ഡിപ്പാർട്ട്മെന്റും എഫിഷ്യന്റ് ആയിരിക്കണം. ക്വാളിറ്റി, എല്ലാ ഡിപ്പാർട്ട്മെന്റും ക്വാളിറ്റി കീപ്പ് ചെയ്യണം. ആ ക്വാളിറ്റി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ പ്രൊഡക്റ്റ്, അവർ ആ കമ്പനിയുടെ പ്രൊഡക്റ്റിലും ക്വാളിറ്റി ഉണ്ടാവും. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഡെവലപ്പ് ദ പ്രോസസ് ടീം. എല്ലാ ഡിപ്പാർട്ട്മെന്റും, ആ ടീമിന്റെ കൺസെപ്റ്റ് വരുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഒരു ഓർഗനൈസേഷനിൽ ഒരു ടീം ഫോം ചെയ്യുമ്പോൾ എന്ത് വേണം? എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മിനിമം ഒരു മെമ്പറെങ്കിലും ഉണ്ടാവും. റൈറ്റ്?
Step 3, identification of business processes. Okay, step 3, identification of the business processes. During this phase, the most important business processes are identified and are described from a global perspective using a set of process maps. മനസ്സിലായോ? ഈ ഫേസിലാണ് വളരെ കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് പ്രോസസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യും, അത് ഡിസ്ക്രൈബ് ചെയ്യും. അതെങ്ങനെയൊക്കെ ബിസിനസ് പ്രോസസ് എന്തൊക്കെ അതെങ്ങനെയൊക്കെ എന്ന് ഡിസ്ക്രൈബ് ചെയ്യും. ഓക്കെ, എങ്ങനെ? ഇൻ ദ ഫോം ഓഫ് എ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് യൂസിങ് എ സെറ്റ് ഓഫ് പ്രോസസ് മാപ്സ്. എന്താണ് പ്രോസസ് മാപ്സ്? പ്രോസസ് മാപ്സ് ഗീവ്സ് എ പിക്ചർ ഓഫ് ദ വർക്ക് ഫ്ലോസ് ത്രൂ ദ കമ്പനി. ഒരു വർക്ക് ഫ്ലോ എങ്ങനെയാണ് കമ്പനിയിൽ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് പ്രോസസ് മാപ്സ് ആണ്. ഓക്കെ, ഈ മാപ്സ് ആണ്. ഈ മാപ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഓക്കെ, എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ചെയ്യുന്നു ബിസിനസ് പ്രോസസ്സസ്. Okay, process maps are also used as a means of communication to help people discuss re-engineering. Okay, process maps ഈ എന്തിനു പറയും, നല്ല രീതിയിലുള്ള റീ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റിന്റെ ഒരു എന്താ പറയാ ഡിസ്കഷന് വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഈ ഫേസിന്റെ സ്റ്റെപ്പ് 3 ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് പ്രോസസ്സിന്റെ റിസൾട്ട് എന്താ വെച്ചാൽ ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് ഫേസ് ഈസ് എ നമ്പർ ഓഫ് പ്രോസസ് മാപ്സ് റിഫ്ലക്റ്റിംഗ് ഹൗ ദിസ് ഹൈ ലെവൽ പ്രോസസ് ഇന്ററാക്ട് വിത്തിൻ ദ കമ്പനി ആൻഡ് ഇൻ റിലേഷൻ ടു ദ ഔട്ട്സൈഡ് വേൾഡ്. ഈ ഒരു സ്റ്റെപ്പിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ളൊരു മാപ്പ് ഉണ്ടാവും, പ്രോസസ് മാപ്പ് ഉണ്ടാവും, ഹൗ ദ ഹൈ ലെവൽ പ്രോസസ് ആർ ഇന്ററാക്ടിങ് ഓർ കണക്റ്റഡ് വിത്തിൻ ദ കമ്പനി ആൻഡ് റിലേഷൻസ്, ഈ പ്രോസസ്സിന് റിലേഷൻസ് ടു ദ ഔട്ട്സൈഡ് വേൾഡ്, ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും പ്രോസസ് മാപ്സ്. ഓക്കെ, സ്റ്റെപ്പ് 4 സെലക്ഷൻ ഓഫ് ബിസിനസ് പ്രോസസ്സസ്. റൈറ്റ്, സെലക്ഷൻ ഓഫ് ബിസിനസ് പ്രോസസ്സസ്. വളരെ കൃത്യമായിട്ടുള്ള ബിസിനസ് പ്രോസസ്സിന് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം ഇൻ എ പ്രോപ്പർ ടൈം. അതായത് എല്ലാ പ്രോസസ്സും റീ എഞ്ചിനീയറിംഗ് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പ്രോസസ്സസ് ആണ് ഒരു ബിസിനസ് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിലെ എന്തൊക്കെ പ്രോസസ്സുകളാണ് മോഡിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റീ എഞ്ചിനീയറിംഗ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് പിക്കപ്പ് ചെയ്യണം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? ആവശ്യമായതിനെ മാത്രം മോഡിഫൈ ചെയ്യണം. അല്ലാതെ എല്ലാ സിസ്റ്റവും ഒറ്റയടിക്ക് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. BPR ഒരു പുതിയ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആവശ്യമായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പ്രോസസ്സുകൾ കൃത്യമായിട്ട് എടുത്തത് അത് ഇന്നോവേറ്റ് ചെയ്ത് അത് മോഡിഫൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പ്രോസസ്സിനെ മോഡിഫൈ ചെയ്യണം. ആവശ്യമായ പ്രോസസ്സുകളെ മാത്രം മോഡിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ദ സെലക്ഷൻ ഓഫ് ബിസിനസ് പ്രോസസ്സസ്. ഓക്കെ, സ്റ്റെപ്പ് 5 അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സെലക്റ്റഡ് ബിസിനസ് പ്രോസസ്സസ്. Understanding of selected business processes. Okay, before proceeding to redesign, the re-engineering teams need to gain a better understanding of existing selected processes concerning what they do, how well they are, or how poorly they are, അങ്ങനെ they perform, and the critical issues that govern the processes. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആൻഡ് ഡോക്യുമെന്റേഷൻ വേണം കൃത്യമായിട്ട് കറണ്ട് പ്രോസസ്സിനെ കുറിച്ച്. ഓക്കെ, ഡീറ്റെയിൽഡ് അനാലിസിസ് ആൻഡ് ഡോക്യുമെന്റേഷൻ വേണം കറണ്ട് പ്രോസസ്സിനെ കുറിച്ച്. അതൊക്കെ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്തൊക്കെയാണ് പ്രോസസ്സ്, എങ്ങനെയൊക്കെയാണ് അത് ബാധിക്കണം, എങ്ങനെ അത് നടക്കുന്നത്, എത്രത്തോളം മോശമാണ് അതിന്റെ ഔട്ട്കം, എത്രത്തോളം നല്ലതാണ് അതിന്റെ ഔട്ട്കം, എല്ലാ കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസും ഒരു ബിസിനസ് എൻവയറമെന്റിൽ നിൽക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള എല്ലാ പ്രോസസ്സുകളെ പറ്റിയും കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് കറണ്ട് പ്രോസസ്സിനെ കുറിച്ച് അതുപോലെ ആ പ്രോസസ്സിനെ കുറിച്ചുള്ള അനാലിസിസിന്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ വളരെ കൃത്യമായിട്ട് നടത്തണം. റൈറ്റ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ step 5, and we are moving to step 6, redesign of the selected business processes. The most creative step in the process of BPR is this step 6, redesign of the selected business process. Okay, ഇവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് റീഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത പ്രോസസ്സുകളെ മെഷർമെന്റ്സും ടൂൾസും യൂട്ടിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ റീഡിസൈൻ ചെയ്യും. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് ഓരോ കമ്പനിയിലും പുതിയ ഏതാണ് ആദ്യം റീഡിസൈൻ ചെയ്യേണ്ടത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് കൃത്യമായിട്ട് നമ്മൾ റീഡിസൈൻ ചെയ്യും, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട്. ദിസ് ഈസ് ദ സ്റ്റെപ്പ് 6 പ്രോസസ് കേട്ടോ, റീഡിസൈൻ ഓഫ് ദ സെലക്ടഡ് ബിസിനസ് പ്രോസസ്സസ്. റൈറ്റ്,
അത് ഒരുപാട് ഇതുണ്ട് അതിൽ, ഒത്തിരി വിവിധ തലങ്ങളുണ്ട് അതിൽ. എനിവേ നമ്മൾ ചെയ്യുന്നത് ഇവിടെ കൃത്യമായിട്ടുള്ള റീഡിസൈനിങ്, നമ്മൾ സെലക്റ്റഡ് പ്രോസസ്സിലേക്കുള്ള കൃത്യമായിട്ടുള്ള റീഡിസൈനിങ്, അതിനെങ്ങനെ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആക്കാം. പുതിയ എൻവയറമെന്റിൽ പുതിയ ടെക്നോളജിയൊക്കെ വന്നു, ഓരോ കാലഘട്ടം ഓരോ വർഷം നമ്മൾ മാറുകയാണ്. അപ്പം അതനുസരിച്ചുള്ള എല്ലാ ടെക്നോളജിയും എൻവയറമെന്റും ഒക്കെ എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് പ്രോസസ്സുകളെ ഇന്നോവേറ്റ് ചെയ്തിട്ട് റീഡിസൈൻ ചെയ്യും. ദാറ്റ് സ്റ്റെപ്സ് കംസ് അണ്ടർ സ്റ്റെപ്പ് 6. അതാണ് സ്റ്റെപ്പ് 6 വരുന്ന റീഡിസൈൻ ഓഫ് ദ സെലക്ടഡ് ബിസിനസ് പ്രോസസ്സസ്. ആൻഡ് സ്റ്റെപ്പ് 7 ഡിസൈൻ ആൻഡ് ബിൽഡ് എ പ്രോട്ടോടൈപ്പ് ഓഫ് ദ പ്രോസസ്. റൈറ്റ്, നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരു റീഡിസൈൻ എഫർട്ട് വരുന്നത് എന്തിനാണ്? ദ ഡിസൈൻ ഓഫ് ന്യൂ പ്രോസസ്സസ്. ദ ആക്ച്വൽ ഡിസൈൻ ഓഫ് ദ ന്യൂ പ്രോസസ് ഷുഡ് ബി വ്യൂഡ് ആസ് എ പ്രോട്ടോടൈപ്പ് ആൻഡ് സക്സസീവ് ഇറ്ററേഷൻ ഷുഡ് ബി എക്സ്പെക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കൃത്യമായിട്ടുള്ള യൂട്ടിലൈസേഷൻ ഇവിടെ നടക്കണം. വളരെ കൃത്യമായിട്ട് നമ്മളൊരു പ്രോസസ്സ് എന്താണോ ചെയ്യാൻ പോണേ, എന്താണ് നടക്കാൻ പോണേ, അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ ഒരു ബിൽഡ് ചെയ്യണം പ്രോസസ്സിൻ്റെ. ആ പ്രോട്ടോടൈപ്പിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. ദെയർ മസ്റ്റ് ബി എ ക്ലിയർ കട്ട് പ്രോട്ടോടൈപ്പ് ഓർ എ മോഡൽ ഫോർ ദ പ്രോസസ്സസ്, ന്യൂ ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ് പ്രോസസ്സസ്. BPR ഉപയോഗിച്ചിട്ടുള്ള എനേബിൾ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഈ പ്രോസസ്സുകൾ ചെയ്യാൻ പോണേ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോണേ എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ദിസ് ഇസ് ദ സ്റ്റെപ്പ് 7, design and build a prototype of the process. And step 8, implementation of redesigned business processes. Implementation of the redesigned business process. What is it? The last phase covers the implementation phase of the BPR project. The success of the implementation depends on whether that a foresaid phases have been properly performed. മനസ്സിലായോ? ഒരു കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക, എല്ലാ ഇംപ്ലിമെന്റേഷനും വരുന്നത് BPRന്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ, പുതിയ സിസ്റ്റത്തിന്റെ ഇംപ്ലിമെന്റേഷൻ, BPR സിസ്റ്റത്തിന്റെ ഇംപ്ലിമെന്റേഷൻ വരുന്നത് സ്റ്റെപ്പ് 8ലാണ്. ഓക്കെ, ഈ റീഡിസൈൻ ചെയ്ത ഒരു പ്രോസസ് നമ്മൾ അനലൈസ് ചെയ്തു, ഏറ്റവും അത്യാവശ്യം ഇന്നോവേറ്റീവ് റീഡിസൈൻ ചെയ്ത പ്രോസസ് സെലക്ട് ചെയ്തു, അനലൈസ് ചെയ്യുന്നു, ഒരു പ്രോട്ടോടൈപ്പ് അനുസരിച്ച് നമ്മളത് റീബിൽഡ് ചെയ്യുന്നു. ഈ റീബിൽഡിന് ശേഷം ഈ പ്രോസസ് കൃത്യമായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ റീഡിസൈൻ ബിസിനസ് പ്രോസസ്, ലാസ്റ്റ് സ്റ്റെപ്പ്. കറണ്ട് പ്രോസസ് അല്ല, നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ട് BPR ഉപയോഗിച്ചിട്ട് ഒരു എക്സിസ്റ്റിംഗ് പ്രോസസ്സ് നമ്മൾ പിക്ക് ചെയ്യുന്നു, അതിനെ നമ്മൾ റീബിൽഡ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ പ്രോസസ്സും ബിസിനസ് എൻവയറമെന്റിലെ റീബിൽഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് BPR എനേബിൾ ആവുന്നത്. അപ്പോൾ ഈ ഇംപ്ലിമെന്റേഷൻ ഫേസ് വരുന്നത് സ്റ്റെപ്പ് 8ലാണ്. ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ റീഡിസൈൻ ബിസിനസ് പ്രോസസ്. വളരെ കൃത്യമായിട്ട് റീഡിസൈൻ ചെയ്ത പ്രോസസ്സുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ വർക്കിംഗ്, അതിന്റെ ഫങ്ഷനിങ്, അതിന്റെ അനാലിസിസ്, ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യണം. റൈറ്റ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റെപ്പ് 8. ഓക്കെ, സോ ദിസ് ആർ ദ പ്രോസസ്, ഡിഫറെന്റ് പ്രോസസ് ഓഫ് BPR, ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗിലെ ഡിഫറെന്റ് സ്റ്റെപ്സ് ആണിത്. സ്റ്റെപ്പ് 1, ക്രിയേറ്റ് എ ബിസിനസ് vision statement and define goals. Step 2, develop the process team. Step 3, identification of business processes. Step 4, selection of business processes. Step 5, understanding of selected business processes. Step 6, redesign of the selected business processes. Step 7, design and build a prototype of the processes. Step 8, implementation of redesigned ബിസിനസ് പ്രോസസ്സസ്. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് ആണ് പ്രോസസ് ഓഫ് BPRൽ വരുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് BPR പ്രോസസ്സസ്. ബിസിനസ് പ്രോസസ് എഞ്ചിനീയറിംഗിലെ ഡിഫറെന്റ് പ്രോസസ്സുകൾ, ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഐ എം ഹിയർ ബൈ കൺക്ലൂഡിങ്. താങ്ക് യു.